നമ്മുടെ സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടക്കുകയാണ്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷെ ലീഗിൻ്റെ 5 മന്ത്രിസ്ഥാനം എന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയില്ല. 4 മന്ത്രിസ്ഥാനവും ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും ക്യാബിനറ്റ് റാങ്കിലുള്ളതാണ്. അതും ലീഗിന് നൽകാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് സമ്മതിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നുണ്ട്. ഇന്നലെ ചേർന്ന UDF നേതൃയോഗത്തിൽ പ്രാഥമികമായ ഒരു ചർച്ച നടന്നിരുന്നു. ലീഗിന് 4 മന്ത്രിസ്ഥാനം തന്നെ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലമുണ്ട്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന്റെ ആവശ്യവും അംഗീകരിക്കില്ല. ഒരുപക്ഷെ അവർക്ക് ചീഫ് വിപ്പ് പദവി കൂടി നൽകിയേക്കാം. അങ്ങനെ ഒരു സമവായത്തിനാണ് ഇപ്പോൾ UDF പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ VD സതീശൻ കൊച്ചി എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്തേക്ക് തിരിക്കാനുള്ള സത്യപ്രതിജ്ഞയ്ക്കടക്കം മറ്റന്നാളാണല്ലോ സത്യപ്രതിജ്ഞ. അതിനുള്ള വരവാണ്. ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. സ്വന്തം ജില്ലയിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് എത്തി അവിടുത്തെ പ്രധാനികളെയൊക്കെ, പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം തിരിച്ച് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന നിരവധി തീരുമാനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞു. അതിലൊന്ന് എസ്കോർട്ടും പൈലറ്റും പോലും വേണ്ട, താൻ സാധാരണക്കാരനായി, സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി പൊതുജനങ്ങൾക്കിടയിലൂടെ നടന്നോളാം, ഒരു മുഖ്യമന്ത്രിയുടെ പവറും എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു പശ്ചാത്തലമുണ്ടായി. അത് ജനമേറെ കയ്യടിയോടുകൂടി തന്നെയാണ്, സംശയമില്ല, ഏറ്റുവാങ്ങിയത്. നമ്മളൊക്കെ നേരത്തെ കണ്ടതാണ്. 10, 30, 40 വാഹനങ്ങളിൽ ജനങ്ങളുടെ സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തി ഈ വഴിയിൽ പൊതുനിരത്തിലൂടെ കടന്നുപോയൊരു മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് വളരെ കൃത്യമായൊരു മാറ്റം സംഭവിക്കുമെന്നുള്ളത് ജനം ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്, സംശയമില്ല. അത്തരം മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങൾ ഇനിയും സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വേണം കരുതാൻ. അത് സംഭവിച്ചേക്കും എന്ന് വേണം കരുതാൻ. ഒപ്പം നിരവധി വെല്ലുവിളികൾ കൂടി നേരിടുന്ന ഒരു ഭരണ പ്രക്രിയയിലേക്കാണ് VD സതീശൻ കടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതായപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാതെ, പ്രതികരിക്കാതെ അദ്ദേഹം കൊച്ചി വിമാനത്താവളത്തിനുള്ളിലേക്ക് കടന്നു പോവുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിനകം അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. പിന്നീട് ഇവിടെ ഉഭയകക്ഷി ചർച്ചകൾക്കായി അദ്ദേഹത്തെ ഘടകകക്ഷി നേതാക്കൾ കാത്തിരിക്കുന്നു, കോൺഗ്രസ് നേതാക്കൾ കാത്തിരിക്കുന്നു. മന്ത്രിമാരടക്കം എത്ര പേരുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തണം. അതിനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. നവമി ദിനേശ് വിവരങ്ങളുമായി നവമിയിലേക്ക് വരാം. VV അരുൺ, TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജിത്ത്, ചർച്ചകൾ സജീവമായി തന്നെ തുടരുന്നുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് എത്തിയോ? കാര്യങ്ങൾ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമോ? രഞ്ജിത്ത്, എനിക്ക് പിന്നിൽ കാണുന്നത് കന്റോൺമെന്റ് ഹൗസാണ്. അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി. VD സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയാണെങ്കിലും അദ്ദേഹം എന്തായാലും ഇപ്പോൾ ഈ വസതിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പകൽ ദിനം UDFന്റെ മന്ത്രിസഭ, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കടന്നുവരുന്ന മന്ത്രിസഭയുടെ ആരൊക്കെയാണ് എന്ന നിർണായക ചർച്ച നടക്കുന്ന ഇടമായി ഈ കന്റോൺമെന്റ് ഹൗസ് മാറുന്നു എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ച ആരംഭിക്കും. രഞ്ജിത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ 2-3 പ്രധാനപ്പെട്ട കടമകൾ ഇനി UDFന് കടക്കാനുണ്ട്. അതിലൊന്ന് ലീഗുമായുള്ള ആ ഉഭയകക്ഷി ചർച്ചയാണ്. കാരണം ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ലീഗിനെ എങ്ങനെ ഒപ്പം നിർത്തും? ആദ്യ ചോദ്യത്തിന് ഒരു വലിയ ഉത്തരമാണ് കോൺഗ്രസിന് മുന്നിൽ കണ്ടെത്തേണ്ടി വരിക. അതിലേറ്റവും പ്രധാനം 2011 തൽസ്ഥിതി വേണമെന്ന ലീഗിന്റെ ആവശ്യം, അതായത് 5 മന്ത്രിമാർ വേണമെന്ന ലീഗിന്റെ ആവശ്യം അതേപടി അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. 4 മന്ത്രിസ്ഥാനമേ കൈമാറാൻ കഴിയുകയുള്ളൂ. പകരം ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന ക്യാബിനറ്റ് പോസ്റ്റ് കൂടി നൽകാം. അത് MK മുനീറിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ലീഗ് ഒരു ആവശ്യം ഉന്നയിച്ചത് കൂടിയാണ്. ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഇതിന് വഴങ്ങുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് 5 മന്ത്രിസ്ഥാനമില്ല, പകരം 4 മന്ത്രിസ്ഥാനമാണുള്ളത്. കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് 2 മന്ത്രിസ്ഥാനമാണ്. പകരം അവർക്ക് 1 മന്ത്രിസ്ഥാനമേ കൈമാറുകയുള്ളൂ. പകരം അവർക്ക് ചീഫ് വിപ്പ് സ്ഥാനം കൂടി കൈമാറാം. ഇതാണിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സൊല്യൂഷൻ കോൺഗ്രസിനെ സംബന്ധിച്ച്. പക്ഷേ ഇത് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി കൊണ്ടുവരണം എന്നതാണ് അവർക്ക് മുന്നിലുണ്ടാകുന്ന വെല്ലുവിളി. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരമൊരു സാഹചര്യം മുന്നോട്ട് വെക്കുന്നതിന്റെ കാരണം കോൺഗ്രസിൽ ഇത്തവണ ഒരു പിടി നേതാക്കൾക്ക് പരിഗണന നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ചെറു ഘടകകക്ഷികൾക്ക് മന്ത്രിസഭയിൽ പരിഗണന നൽകേണ്ടി വരുമെന്നതാണ് സാഹചര്യം. നിലവിലുള്ള ആലോചന പ്രകാരം മുഖ്യമന്ത്രിക്ക് പുറമെ
10 മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആലോചനകൾ. ലീഗിന് 5 മന്ത്രിസ്ഥാനം നൽകിയാൽ മറ്റ് ഘടകകക്ഷികൾക്ക് പരിഗണന നൽകാൻ കഴിയാത്ത സാഹചര്യം വരും. അതായത് ഇത്തവണ UDFന്റെ വിജയത്തിന് കെട്ടുറപ്പായി നിന്നത് ചെറുതും വലുതുമായ എല്ലാ ഘടകകക്ഷികളുമാണ്. അപ്പോൾ അവരെ എല്ലാം പരിഗണിക്കണമെന്ന നിലപാട് VD സതീശനുമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ ആലോചനകളിലേക്ക് വരുന്നത്. അപ്പോൾ ലീഗിന് 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം നിരസിക്കപ്പെടുന്നതിന് മുന്നിൽ, അത് എതിർക്കപ്പെടുന്നതിന് മുന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിലവിൽ 5 മന്ത്രിസ്ഥാനം നൽകിയാൽ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന സ്ഥാനങ്ങൾ ഇല്ലാതാവും. പരമാവധി നൽകാൻ കഴിയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 സ്ഥാനങ്ങളാണ്. അതിൽ വേണം ഈ വീതം വെപ്പ് നടക്കാൻ. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വെല്ലുവിളിയിൽ ഒന്നത്. രണ്ടാമത്, ലീഗിന് വീണ്ടും 5ാം മന്ത്രി എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെതിരെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ എന്തായാലും 4 മന്ത്രിമാർ എന്ന ആലോചനയിലേക്കാണ്. ഒരുപക്ഷെ 2ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരുപക്ഷെ ലീഗ് സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. എന്തായാലും തുടക്കത്തിൽ 4 മന്ത്രിമാർ പ്ലസ് ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം മുമ്പ് VS അച്യുതാനന്ദനൊക്കെ വഹിച്ചിരുന്ന ആ പദവി കൈമാറാം. ഇതാണിപ്പോൾ നൽകിയിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ പ്രപ്പോസൽ. ഈ പ്രപ്പോസൽ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയാക്കി ഉണ്ടാക്കിയെടുക്കണമെന്നതാണ്. 11 മണി, ഏകദേശം 10 മണിക്ക് ശേഷം ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കും. നമ്മൾ കണ്ടതാണ് VD സതീശൻ കൊച്ചിയിൽ നിന്നും അദ്ദേഹം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിലേക്ക് വരുന്നു. KC വേണുഗോപാൽ ഇവിടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ള കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളുണ്ടാവും. ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ ഉഭയകക്ഷി ചർച്ചയിലാണ് UDFിൽ ധാരണ ഉണ്ടാവേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ RSP അടക്കമുള്ള ഘടകകക്ഷികൾ അവർ ഒരു മന്ത്രിസ്ഥാനമേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ എങ്കിലും മികച്ച വകുപ്പുകൾ വേണം. ജലവിഭവ വകുപ്പ് പോലെയുള്ള വകുപ്പുകളാണ് RSPയുടെ മനസ്സിലുള്ളത്. ഷിബു ബേജോൺ ആ പദവിയിലേക്ക് വരണമെന്നതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അത്തരം വകുപ്പുകൾ നൽകാൻ കഴിയുമോ എന്ന മറ്റൊരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യമുണ്ട്. മാണി സി കാപ്പൻ അടക്കമുള്ള ചെറു പാർട്ടികൾക്ക്, അനൂപ് ജേക്കബിന്, ഇവർക്കൊക്കെ മന്ത്രിസ്ഥാനം നൽകുക എന്ന ഒരു ഉറപ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് പാലിക്കപ്പെടണമെങ്കിൽ ഈ സാഹചര്യങ്ങൾ വേണം. അതിനപ്പുറം ടേം വ്യവസ്ഥകൾ കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈ ചർച്ചകളുടെ പുരോഗതി അനുസരിച്ച് ഒരുപക്ഷെ ടേം വ്യവസ്ഥ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൂടി ധാരണ ഉണ്ടായേക്കുമെന്ന് കരുതാം. ഒപ്പം തന്നെ CMB അടക്കമുള്ള കക്ഷികൾക്കും നൽകേണ്ടതുണ്ട്. KK രമയ്ക്ക് മന്ത്രിസ്ഥാനം നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. KK രമ എന്തായാലും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. CMB ആവശ്യം RMB ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം അവർ മുന്നണിയുടെ പൂർണ്ണമായ ഭാഗമല്ല, അസോസിയേറ്റ് മെമ്പർഷിപ്പാണ് അവർക്കുള്ളത്. അപ്പോൾ RMBയെയും കൂടി ഇതിന്റെ ഭാഗമാക്കി നിർത്തുക എന്നൊരു ആലോചന UDFന് ഉണ്ട്. അതായത് ഞങ്ങൾ ഒരു ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് തുല്യമായ ഒരു സാഹചര്യത്തിലേക്ക് VD സതീശന്റെ മന്ത്രിസഭയുടെ രൂപം മാറ്റണം എന്ന പ്രപ്പോസലൊക്കെ, വിശാലമായ ചിന്തകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായ ഒരു പക്ഷേ KK രമയും കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ കൂടി ആവണം ഈ ആലോചനകളെന്ന് മനസ്സിലാക്കാം. എന്തായാലും വെല്ലുവിളികൾ ഏറെയാണ്. ആദ്യം ലീഗ് ഇതിന് വഴങ്ങുമോ എന്ന ചോദ്യമാണ്. കേരള കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇതിന് വഴങ്ങുമോ എന്ന ചോദ്യമാണ്. രണ്ടാമത്തെ വിഷയമാണ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ വീതം വെപ്പ് എങ്ങനെ നടക്കുമെന്ന കാര്യം. അത് ഏറെ കുഴയ്ക്കുന്ന വിഷയം കൂടിയാണ്. അതിൽ ഗ്രൂപ്പ് അടിസ്ഥാനങ്ങൾ പരിഗണിക്കേണ്ടി വരും. കോൺഗ്രസിലെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രിസഭയിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് സതീശനൊരു വെല്ലുവിളിയാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.